إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وعلى آله وصحبه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله أوصيكم بتقوى الله. അള്ളാഹുവിൻ്റെ കലീമായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ജീവിതത്തിൽ അതികഠിനമായ പ്രയാസത്തിൻ്റെ ഘട്ടങ്ങൾ കടന്നുപോകുന്ന സന്ദർഭം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അദ്ദേഹത്തിൻ്റെ അവസ്ഥ വിവരിച്ചു തരുന്നുണ്ട്. മദിയനിലേക്ക് പലായനം ചെയ്യേണ്ടി വന്ന ആ സന്ദർഭത്തിൽ പൊട്ടിത്തകർന്ന ഹൃദയവുമായി ദുനിയാവിൽ നിന്ന് ഒന്നുമില്ലാത്തവനായി കാലിയായി നിൽക്കുന്നൊരവസ്ഥ. ജീവിതത്തിൽ അത്തരം പ്രതിസന്ധി ഘട്ടങ്ങൾ നമുക്ക് കടന്നു വരും പലപ്പോഴും. ആ സന്ദർഭത്തിൽ ആലോചിക്കാവുന്ന, നമ്മുടെ ഹൃദയത്തിൽ കുറിച്ചു വെക്കേണ്ടുന്ന ഒരു സുപ്രധാനമായ ആയത്താണ് സൂറത്തുൽ ഖസസിലെ 24-ാമത്തെ ആയത്ത്. മൂസാ നബിയുടെ അവസ്ഥ അല്ലാഹു അവിടെ വിവരിക്കുന്നുണ്ട്. ഫസഖാ ലഹുമാ, ആ രണ്ട് പെൺകുട്ടികൾക്ക് വെള്ളം കോരിക്കൊടുത്തു. ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കൾക്ക്. സുമ്മ തവല്ല ഇലൽ, എന്നിട്ട് ഒരു മരത്തിന്റെ തണലിലേക്ക് അദ്ദേഹം ചെന്നിരുന്നു. പരിചയക്കാരാരുമില്ലാത്ത, സഹായിക്കാൻ ആരെയും പ്രതീക്ഷിക്കാനില്ലാത്ത, കാലിയായി നിൽക്കുന്ന, തകർന്നടിഞ്ഞു നിൽക്കുന്ന മനസ്സുമായിട്ട് പിന്നുള്ളത് ഒരു മരത്തിന്റെ തണലിൽ ആശ്വാസത്തിന് വേണ്ടിയുള്ളൊരു ഇരുത്തമാണ്. ഫഖാല, എന്നിട്ട് അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്ത വാക്കുകൾ അദ്ദേഹം പറഞ്ഞു. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. റബ്ബി, എൻ്റെ റബ്ബേ, ഇന്നി, തീർച്ചയായും ഞാൻ, ലിമാ അൻസൽത ഇലയ്യ, നീ എനിക്ക് ഇറക്കിത്തരുന്ന എന്തൊന്നുണ്ടോ, മിൻ ഖൈരിൻ, എന്തൊരു നന്മ, ഏതൊരു നന്മ, ഏതൊരു ഗുണം, എന്താകട്ടെ, എന്തെങ്കിലും ഒരു ഗുണം എനിക്ക് നീ ഇറക്കിത്തരുന്നതിൽ ഫഖീർ, അങ്ങേയറ്റത്തെ ഫഖീറാണ്, ആവശ്യക്കാരനാണ് ഞാൻ. എന്ത് തന്നെ നീ എനിക്ക് ഇറക്കിത്തന്നാലും ഇപ്പൊ എനിക്കതിൻ്റെ അത്യാവശ്യക്കാരനാണ് ഞാൻ. ഇതാണ് കാലിയായിട്ട് പേഴ്സെടുത്ത് നോക്കുമ്പോൾ ഒരു ചില്ലറ പൈസ പോലുമില്ലാതെ കാലിയായ അവസ്ഥ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ദുരിതവും പ്രയാസവും പേറിയിട്ട് എവിടെയും ഒരു സഹായത്തിന്
പ്രതീക്ഷയില്ലാത്ത, ദുനിയാവിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാനില്ലാത്ത ഒരു ഘട്ടം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വാക്കുകളുടെ അർത്ഥം ശരിക്കും മനസ്സിലാകും. മൂസാ നബിയുടെ ആ അവസ്ഥ അതുകൂടി ആലോചിച്ചാൽ ശരിക്ക് ആ കാര്യം, ആ സന്ദർഭവും ഒന്ന് മനസ്സിരുത്തി നമ്മളൊന്ന് ആലോചിച്ചാൽ, തദബ്ബുർ ചെയ്താൽ ഈ ആയത്ത് നമ്മുടെ ഹൃദയത്തിൽ കോറിയിട്ട് വെക്കാൻ നമുക്ക് സാധിക്കും. ജീവിതത്തിൽ അത്യാപൽക്കരമായ ഘട്ടങ്ങളിലെല്ലാം നമുക്കത് ഉപകരിക്കുകയും ചെയ്യും. അള്ളാഹു അതിന് നമുക്ക് ഉപകാരം നൽകട്ടെ. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. ഈ ആയത്ത് തഫ്സീർ ചെയ്യുന്നിടത്ത് ഇമാം തബരി സലഫുകളെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്ന വാക്കുകൾ, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ എന്ന് മൂസാ നബി പറഞ്ഞത്, ഇബ്രാഹിം റഹ്മഹുല്ല പറഞ്ഞു, ഹാദാ വമാ മഅഹു ദിർഹമുൻ വലാ ദീനാർ. ഒരു ദിർഹമോ ദീനാറോ തന്റെ കയ്യിലില്ലാത്ത കാലിയായ അവസ്ഥയിലാണ് മൂസാ നബി ഇത് പറയുന്നത്. ഖതാദ റഹ്മഹുല്ല പറഞ്ഞത്, കാന നബിയുല്ലാഹ് ബിജഹദിൻ. അള്ളാഹുവിന്റെ നബിയായ മൂസാ നബി പ്രയാസത്തിന്റെ ഘട്ടത്തിലാണ് ഇത് പറഞ്ഞത്. ആ പ്രയാസം അതിൽ വരച്ചു വച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ സുദീർഘമായി ഈ ആയത്തിനെ വിവരിക്കുന്നത് ഇമാം തബരിയും ഇബ്നു കസീറും ബഗവിയും ഒക്കെ റിവായത്ത് ചെയ്യുന്നത് കാണാം. അതിന്റെ രത്നചുരുക്കം ഇതാണ്, വഹുവ അക്രമു ഖൽഖിഹി അലൈഹി. മൂസാ നബി ഇത് പറയുന്നു, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. റബ്ബേ, ഏതൊരു നന്മ, ഏതൊരു ഗുണം ദുനിയാവിൽ എനിക്ക് നീ ഇറക്കി തന്നാലും അതിലേക്ക് അത്യാവശ്യക്കാരനാണ് ഞാൻ റബ്ബേ എന്ന് പറയുന്നത് മൂസാ നബിയാണ്. വഹുവ അക്രമു ഖൽഖിഹി അലൈഹി. അന്ന് ഭൂലോകത്തുള്ള പടപ്പുകളിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും ആദരണീയനായ വ്യക്തിയാണ് അദ്ദേഹം. അള്ളാന്റെ അടുക്കൽ ഏറ്റവും ആദരണീയനാണ്. വലഖദ് ഇഫ്തഖറ ഇലാ ശിഖ്ഖി തംറ. ഒരു കാരക്കയുടെ കഷ്ണമെങ്കിലും അതിന് പോലും ആവശ്യക്കാരനാണ് അദ്ദേഹം ആ സമയത്ത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ തന്നെ അദ്ദേഹത്തിന്റെ പട്ടിണിയും വയറൊട്ടി നിൽക്കുന്നതും അങ്ങനെ തന്നെ തഅബീർ ചെയ്യുന്നത്, വിവരിക്കുന്നത്, വാക്കുകളിൽ വിവരിക്കുന്നത് കാണാം. ആ ഘട്ടത്തിൽ ഒരു കാരക്കയുടെ കീറ്, ഒരു കാരക്കയുടെ കഷ്ണം അതെങ്കിലും കിട്ടിയാൽ ആവശ്യക്കാരനാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട്, അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം വെച്ചു പുലർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ കൈ ഉയർത്താൻ, അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടവരാണ്. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഫഖീറുകളാണ്, ഫുഖറാക്കളാണ് നിങ്ങൾ. അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ് നിങ്ങൾ. എല്ലാ ആവശ്യങ്ങളും, ചെരുപ്പിന്റെ വാറ് പൊട്ടിയാലും അള്ളാഹിനോട് ചോദിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്. അള്ളാഹുവിലേക്ക് അത്യാവശ്യക്കാരാണ് നിങ്ങൾ. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. അള്ളാഹു ഗനിയാൻ, ഹമീദാൻ. നിങ്ങളുടെ ദുആ, നിങ്ങളുടെ ഇബാദത്തുകൾ ആവശ്യമുള്ളവനല്ല അവൻ, നിങ്ങൾക്കാണ് ആവശ്യം. നിങ്ങളിൽ നിന്നൊക്കെ ധന്യനാണ്. നിങ്ങൾ അള്ളാഹിനെ സഹായിച്ചിട്ട് വേണ്ട, നിങ്ങൾ ഇബാദത്ത് ചെയ്തിട്ട് അള്ളാഹ്ക്ക് എന്തോ, അള്ളാഹിന്റെ ദീനിനെന്തോ സഹായം ചെയ്യുന്നു എന്ന് തോന്നണ്ട. നിങ്ങൾക്കാണ് ആവശ്യം, നിങ്ങളുടെ ആവശ്യമാണത്. അള്ളാഹു ഗനിയാൻ, നിങ്ങളെ ഒരാളെയും ആവശ്യമില്ലാത്തവനാണ് അള്ളാഹ്. നിങ്ങൾക്കെല്ലാവർക്കും അവനെയാണ് ആവശ്യം. അവൻ സമദാണ്, അവൻ ഹമീദാണ്, സ്തുത്യർഹനാണ് റബ്ബ്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഹംദ് ചെയ്യാൻ തരപ്പെട്ടവനാണവൻ. നിങ്ങൾക്കല്ല ചെയ്തു തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ എണ്ണിയാൽ ക്ലിപ്തപ്പെടുത്താൻ കഴിയാത്ത അത്രയും അനന്തമാണ്. ആ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി അർഹിക്കുന്നവനാണ് അല്ലാഹ്. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. അതുകൊണ്ട് ജീവിതത്തിൽ അത്യാവശ്യങ്ങൾ വരുമ്പോൾ ആരെയാണ് നമ്മൾ ആദ്യം ആലോചിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് നൽകുന്ന ഒരു നിർദ്ദേശമുണ്ട്. ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ സുനനിൽ റിവായത്ത് ചെയ്തിട്ടുള്ള സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാം, മൻ നസലത് ബിഹി ഫാഖ. നിങ്ങളിൽ ഒരാൾക്ക് ഒരാവശ്യം വന്നിറങ്ങിയാൽ, കുട്ടികൾ സംസാരിക്കരുത്,
കുട്ടികൾ സംസാരിക്കരുത്, അവരെ കൺട്രോൾ ചെയ്യുക. ആ ഇടയിൽ നിങ്ങൾ കൊണ്ടുവരുന്ന ആളുകൾ അവരെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തവർ കുട്ടികളെ കൊണ്ടുവരരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആരാണോ രക്ഷിതാക്കൾ അവരെ കൂടെ ഉള്ളത് അവരെ കൺട്രോൾ ചെയ്യണം. പള്ളി കുട്ടികൾക്ക് കളിക്കാനുള്ളതല്ല. ഞാൻ പലപ്പോഴും കാര്യം ഉണർത്തിയിട്ടുള്ളതാണ്. ശ്രദ്ധിക്കണം, അവർ കളിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. മൻ നസലത്ത് ബിഹി ഫാഖ, നിങ്ങളിൽ ആർക്ക് ഒരാവശ്യം വന്നിറങ്ങുന്നോ, നിങ്ങൾക്കൊരാവശ്യമുണ്ടാകുന്നുവോ, ഫഅൻസലഹ ബിന്നാസ്, എന്നിട്ട് നിങ്ങളുടെ ആവശ്യം ആരുടെ അടുക്കലാണ് കൊണ്ടിറക്കുന്നത്, ഇറക്കി വെക്കുന്നത്? ആരുടെ അടുക്കൽ കൊണ്ട് ഇറക്കി വെക്കും? നമുക്ക് വലിയ ടെൻഷനും പ്രയാസങ്ങളും ആവശ്യങ്ങളും നിറഞ്ഞാൽ എവിടെയെങ്കിലും കൊണ്ടൊന്ന് ഇറക്കി വെക്കണ്ടേ നമ്മൾ പറയാം. ആ വാക്കാണ് നബി ഉപയോഗിച്ചത്. ഫഅൻസലഹ ബിന്നാസ്, ജനങ്ങളുടെ അടുക്കലാണ് നിങ്ങൾ ഇറക്കി വെക്കുന്നതെങ്കിൽ ലം തുസദ്ദ ഫാഖത്തു, അവന്റെ ആവശ്യം നിറവേറി കിട്ടില്ല. നമുക്കിന്ന് എന്ത് വന്നാലും സോഷ്യൽ മീഡിയയിൽ തെണ്ടാനുള്ള എല്ലാ പുതിയ പുതിയ രീതികളൊക്കെ ഉണ്ട്. അങ്ങനെ എങ്ങനെ ആളുകളുടെ അടുക്കൽ തെണ്ടാം, ഇതാണ് ആദ്യം ആലോചിക്കുക. നേരെ മറിച്ച് വമൻ നസലത്ത് ബിഹി ഫാഖ, നിങ്ങളിൽ ഒരാൾക്കൊരാവശ്യം വന്നിറങ്ങിയാൽ ഫഅൻസലഹ ബില്ലാഹ്, അള്ളാന്റെ അടുക്കൽക്ക് നിങ്ങൾ ഇറക്കി വെക്കൂ. എങ്കിൽ ഫയൂഷിക്കുല്ലാഹു ബിറിസ്ഖിൻ ആജിൽ ഔ ആജിൽ, എങ്കിൽ അള്ളാഹ് നിങ്ങൾക്ക് ഈ ദുനിയാവിൽ തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം തീർത്ത് നിങ്ങൾക്ക് ഉപജീവനം റിസ്കവൻ നൽകിയേക്കും. അല്ലെങ്കിലോ ഏറ്റവും ചുരുങ്ങിയത് ദുനിയാവിൽ ആവശ്യം നിങ്ങൾക്ക് തീർത്ത് മരണം കൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് റാഹത്തിലാക്കിയേക്കും. അഭിമാനവും എല്ലാം നഷ്ടപ്പെട്ട് ദുനിയാവിൽ ജീവിക്കുന്ന ജീവിതം പലർക്കും പ്രയാസകരമായിട്ടാണ്. ഒരു കയറ് കഷ്ണത്തിന്മേൽ അത് തീർക്കാമെന്ന് പലരും കരുതുക. അള്ളാന്റെ അടുക്കൽ ഇറക്കി വെച്ചാൽ നിങ്ങൾക്കതാണ് ഹൈറെങ്കിൽ, അള്ളത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അള്ള തന്നെ നിങ്ങൾ അവധിയെത്തിച്ച് മരിപ്പിച്ചോളൂ. നിങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല. ആത്മഹത്യയിലേക്ക് പോലും നിങ്ങൾ ചിന്തിക്കണ്ട. അതാണ് നിങ്ങളുടെ ഘട്ടമെങ്കിൽ അള്ളാന്റെ അടുക്കൽക്ക് നിങ്ങൾ ഇറക്കി വെച്ചാൽ ദുനിയാവിൽ അല്ല നിങ്ങൾക്ക് ഹൈർ ഉദ്ദേശിക്കുന്നെങ്കിൽ ബിറിസ്ഖിൻ ആജിൽ, പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം അല്ല നിറവേറ്റി തരും ദുനിയാവിൽ തന്നെ. അല്ല ഇവിടുന്ന് പോകലാണ് നിങ്ങൾക്ക് ഹൈറെങ്കിൽ അല്ല ഏറ്റെടുത്തോളൂ ആ കാര്യം, നിങ്ങളായിട്ട് അവസാനിപ്പിക്കണ്ട. എത്ര സുന്ദരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞു തന്നത്. മനുഷ്യന്മാർ അങ്ങനെ കുടുങ്ങിക്കഴിഞ്ഞാൽ ആകെ ആലോചിക്കാതല്ലേ എങ്ങനെ തീർത്ത് കളയാം. തീർക്കണ്ട, അത് ജനങ്ങളുടെ അടുക്കൽ, അല്ലെങ്കിൽ എങ്ങനെ ജനങ്ങളുടെ അടുക്കൽ പോയിട്ട് തെണ്ടാം, അതും വിചാരിക്കണ്ട. അള്ളാന്റെ അടുക്കൽ ഇറക്കി വെക്ക്. ജനങ്ങളുടെ അടുക്കൽ ഇറക്കി വെച്ചാൽ നിങ്ങളുടെ ആവശ്യം തീരൂല, തീർത്തു തരാൻ കഴിയില്ല. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വാക്കുകൾ നോക്കൂ നിങ്ങൾ. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ. ഇത് വല്ലാത്ത വാക്കാണ്, അത് വല്ലാത്ത വാക്കാണ്. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا وأشهد أن لا إله إلا الله وحده لا شريك له إقرارا به وتوحيدا وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه وسلم تسليما مزيدا أما بعد فاتقوا الله عباد الله. ദുആയെക്കുറിച്ച് പറഞ്ഞാൽ തീരാത്ത അത്രയും കാര്യങ്ങൾ ഖുർആനിലും സുന്നത്തിലുമുണ്ട് സുദീർഘമായി. ഓരോന്നും പ്രധാനപ്പെട്ടതാണ്. ഒറ്റൊരു കാര്യം മാത്രം, ദുആ ചെയ്യുമ്പോൾ എങ്ങനെ ദുആ ചെയ്യണം. നമുക്ക് പലപ്പോഴും ദുആ ചെയ്തിട്ടൊരു നിരാശ പിടികൂടാനുണ്ട്. ദഅൗത് ഫലം യുസ്തജബ് ലി, ഇത് മനുഷ്യർക്കുണ്ടാകുന്നൊരു സ്വഭാവമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. എത്ര കാലം ഞാൻ കുറേ ദുആ ചെയ്തു, എനിക്കതിന് ഉത്തരം കണ്ടില്ല, കിട്ടിയിട്ടില്ല. എത്ര കാലമായി ആ ഒരു വേദന പോകാൻ വേണ്ടിയിട്ട് ഞാൻ അള്ളാഹിനോട് സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്നിട്ട് ആ വേദന ഇതുവരെ പോയിട്ടില്ല. എത്ര ചികിത്സ ഞാൻ അതിന് നടത്തി, എന്നിട്ടൊന്നും അത് മാറിയിട്ടില്ല. ഞാൻ എത്ര ദുആ ചെയ്തു, എന്നിട്ട് ശരിയാകുന്നില്ല. ഇല്ല, ഒരിക്കലും പാടില്ലാത്ത
ദുആക്ക് ഉത്തരം നൽകപ്പെടുമെങ്കിൽ അത് തടയപ്പെടാൻ കാരണമാകുന്ന കാരണങ്ങളിൽപ്പെട്ട വാക്കാണ് ദഅഉതു ഫലം യുസ്തജബ് ലി. ഒരിക്കലും പറയരുതത്. നേരെ മറിച്ച് അള്ളാഹിനോട് ദുആ ചെയ്യുമ്പോൾ അതിന് പാലിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അവിടെ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കി. നമ്മുടെ ഹൃദയം നമ്മുടെ ദുആകളിൽ ഉണ്ടോ? ഹൃദയത്തിന്റെ സാന്നിധ്യമുണ്ടോ? ദുആ എന്ന് പറയുമ്പോൾ വാക്കുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല ദുആ. ദുആഉ മസ്അല വ ദുആഉ ഇബാദ, രണ്ടുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇബാദത്തുകളെല്ലാം ദുആകളാണ്. നിസ്കരിക്കുന്നത്, നോമ്പ് നോൽക്കുന്നത്, ഹജ്ജ് ചെയ്യുന്നത്, സക്കാത്ത് കൊടുക്കുന്നത്, എല്ലാ പുണ്യകർമ്മങ്ങളും ദുആ തന്നെയാണ്. അതിലൊക്കെയുള്ളത് അള്ളാഹുവെ സ്വർഗം തരണേ, നരകത്തുനിന്ന് കാക്കണേ, ഇതിനാണുള്ളതൊക്കെ, അതൊക്കെ ദുആയാണ്. അതുപോലെ നാവുകൊണ്ട് നമ്മൾ ചെയ്യുന്ന മസ്അല, നേർക്ക് നേരെ അള്ളാഹുവെ എനിക്ക് ഇന്നത് തരണേ, എനിക്ക് പുറത്തു തരണേ, എനിക്കെന്റെ പ്രയാസങ്ങൾ നീക്കിത്തരണേ എന്ന് പറയുന്നത് ദുആ മസ്അലയാണ്. ഇത് രണ്ടും ഹൃദയത്തിന്റെ സാന്നിധ്യം നമുക്ക് എത്രത്തോളം ഉണ്ട് എന്നത് ശരിക്കൊന്ന് നമ്മൾ പരിശോധിക്കണം. ഉദ്ഉല്ലാഹ് വഅൻതും മൂഖിനൂന ബിൽ ഇജാബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയ നിർദ്ദേശം അതാണ്. ഉദ്ഉല്ലാഹ്, നിങ്ങൾ അല്ലാഹുവോട് ദുആ ചെയ്യേണ്ടത് വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, ഇജാബത്ത് ഉറപ്പിച്ചുകൊണ്ടാണ്. ഉത്തരം കിട്ടുമെന്നത് കിട്ടുമായിരിക്കുമല്ലേ, തന്നാ കൊള്ളാലേ, അള്ളാഹുവെ അങ്ങനെ കഴിയണമെങ്കിൽ തരി, ഇതല്ല നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ തരി, പാടില്ല. ഇൻഷാ അല്ലാഹ് ഇൻഷിഅത അല്ലാഹുമ്മ ഇഗ്ഫിർലി ഇൻഷിഅത, അള്ളാഹുവെ നീ വിചാരിക്കുന്നെങ്കിൽ പുറത്തു തരി, ഇങ്ങനെ ഒന്നും പറയാൻ പാടില്ല. വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, ഹിജാബത്ത് ഉറപ്പിച്ചുകൊണ്ടാണ് ദുആ ചെയ്യേണ്ടത്. കാരണം അത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്, ലംഘിക്കപ്പെടാത്ത വാഗ്ദാനം. ഇജാബത്ത് ഉറപ്പിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ദുആ ചെയ്യണം. ഫഇന്നൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അന്നല്ലാഹ ലാ യസ്തജീബു ദുആ മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ, അല്ലാഹു ഒരു ദുആക്ക് ഉത്തരം നൽകില്ല. ഏത് ദുആക്ക്? മിൻ ഖൽബിൻ, ഒരു ഹൃദയത്തിൽ നിന്നുള്ള ദുആ. എങ്ങനത്തെ ഹൃദയം? ഗാഫിൽ, അത് അശ്രദ്ധമാണ്. ആ ഹൃദയം ശ്രദ്ധയോടുകൂടി സാന്നിധ്യത്തോടുകൂടി അല്ല ആ ഹൃദയത്തിൽ നിന്ന് ദുആ വരുന്നത്. ഹൃദയം അശ്രദ്ധമാണ്. ലാഹിൻ, അത് കളിയിലാണ്. ഹൃദയം അശ്രദ്ധമായി, അവയവങ്ങൾ കളിയിലായി. ഹൃദയത്തിന് അശ്രദ്ധയും നമ്മുടെ മറ്റവയവങ്ങൾക്കാണ് ലാഹിൻ എന്ന വാക്ക് ഉപയോഗിക്കുക, കളികൾ ഉപയോഗിക്കുക. കയ്യും കാലും ഒക്കെ വേറെ പണിയിലാണ്. മനുഷ്യർക്ക് രണ്ട് ഹൃദയം തന്നിട്ടില്ല. നമ്മൾ രണ്ട് പണിയെടുക്കും. നാവുകൊണ്ട് ദുആ ചെയ്യും, കയ്യും കാലും ഒക്കെ വേറെ പണിയിലായാലും ഹൃദയത്തിന്റെ സാന്നിധ്യം കിട്ടൂല. ഒന്നിന്മേലെ ഹൃദയത്തിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ട് പണിമേലെ ഹൃദയം നിൽക്കൂല. അള്ളാഹു ഒരുത്തന്റെ ഹൃദയത്തിലും ഒരുത്തന്റെ ഉള്ളിലും രണ്ട് ഹൃദയം തന്നിട്ടില്ല എന്ന് അള്ളാഹു അസന്നിഗ്ധമായി പറഞ്ഞതാണ്. അതുകൊണ്ട് കളിക്കുന്ന കൈകാലുകൾ കൊണ്ടും വേറെ ശുഗലായിട്ടും ഹൃദയത്തിന് സാന്നിധ്യമില്ലാതെ അശ്രദ്ധമായും നിങ്ങൾ ദുആ ചെയ്യരുത്. ഈ സന്ദർഭത്തിൽ മുഹമ്മദ് ഇബ്നുൽ വലീദ് റഹിമഹുല്ലാ പറഞ്ഞൊരു വാക്കുണ്ട്. ഇബ്നു അബി ദുനിയ അൽ ഇഖ്ലാസ് വന്നിയ്യ എന്ന അദ്ദേഹത്തിന്റെ കിതാബിൽ റിവായത്ത് ചെയ്യുന്നത് കാണാം. മറ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ബിറജുലിൻ ഫി യദിഹി ഹസാ യൽഅബു ബിഹി വഹുവ യഖൂൽ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ ഒരിക്കൽ ഒരാളുടെ അടുക്കലൂടെ കടന്നുപോയി. അയാള് കല്ലെടുത്തിട്ട്, ചെറിയ ചരൽക്കല്ലുകൾ എടുത്തിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. കൈകൊണ്ട് കല്ലുകൊണ്ട് കളിക്കുകയാണ്. വഹുവ യഖൂൽ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലാഹുമ്മ സവ്വിജ്നി മിനൽ ഹൂറിൽ ഐൻ, അല്ലാഹുവേ എനിക്ക് ഹൂറുൽ ഐനുകളെ നീ ഇണകളാക്കി തരണേ, ഹൂറുൽ ഐനുകളെ ഇണയാക്കി തരണേ എന്ന് ദുആ ചെയ്യുന്നുണ്ട്. കല്ലുകൊണ്ട് കളിക്കുകയാണ് കയ്യ്. അത് കണ്ടപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് ഫഖാമ അലൈഹി ഉമർ ഫഖാൽ, ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുല്ലാ അയാളുടെ അടുക്കൽ ചെന്ന് നിന്നിട്ട് പറഞ്ഞു, ബിഅ്സൽ ഖാതിബു അൻത, ബിഅ്സൽ ഖാതിബു അൻത, നീ അള്ളാഹുവിനോട് വിവാഹം അന്വേഷിക്കാൻ എത്ര മോശപ്പെട്ട ഒരു വിവാഹാന്വേഷകനാണ് നീ. ഒരാത്മാർത്ഥല്ലല്ലോ നിന്റെ വിവാഹാന്വേഷണത്തില്. കാരണം അല അൽ ഖൈതൽ ഹസാ, നീ ആ കല്ലുകളൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെച്ചിരുന്നെങ്കിൽ, വഅഖ്ലസ്ത ലില്ലാഹി ദുആ, അള്ളാഹിനോട് എന്നിട്ട് ദുആ ഇഖ്ലാസോടുകൂടി ചെയ്തിരുന്നെങ്കിൽ. ഒരു പെണ്ണ് കാണാൻ പോകുന്ന ഒരു സമയത്ത് പെണ്ണിങ്ങനെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു കളിയിലാണെങ്കിൽ അങ്ങോട്ട് നോക്കിയിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇത് അള്ളാഹിനോട് ഹൂറുൽ ഐനുകളെ കെട്ടിച്ചു തരണേ എന്നാണ് പറയുന്നത്.
അവന്റെ കയ്യിൽ ഈ കളിയാണ്. ഇന്നാണെങ്കിൽ ഈ ചരൽക്കല്ലുകളുള്ള പള്ളിയല്ല നമ്മുടേത്. പള്ളികളിലൊന്നും ഇപ്പൊ കല്ലുകളൊന്നും കിട്ടാനില്ല. നല്ല പായും നല്ല കാർപ്പറ്റൊക്കെ ആയിരിക്കും. അതിന് പകരം ആ കല്ലുകളെക്കാൾ വലിയ കല്ല് നമ്മുടെ കയ്യിലുണ്ട്. നിസ്കാരം കഴിഞ്ഞാലാണ് ഭേദപ്പെട്ട ആളുകൾ, നല്ല ആളുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞാൽ പോക്കറ്റിൽ നിന്ന് എടുക്കും. അല്ലാത്ത ആളുകൾക്ക് ഇനി നിസ്കാരത്തിന്റെ ഇടക്ക് വല്ലതും വന്നാൽ ഒരു ഇൻഡിക്കേഷൻ എങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരെ മുന്നിലണ്ട് വെക്കും. നിസ്കരിക്കുന്നതിന്റെ മുന്നിൽ ഫോണണ്ട് വെക്കും. പിന്നെ നിസ്കാരത്തിന്റെ കഥ തന്നെ എന്തായിരിക്കും? നിസ്കാരം കഴിഞ്ഞാലുള്ള വിക്രുകളുടെയും ദുആയുടെയും അവസ്ഥ എന്തായിരിക്കും? കയ്യിൽ ഇതാണ്, നാവോ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. പലതും നമ്മൾ നോക്കുന്നുണ്ട്, മെസ്സേജ് വായിക്കുന്നുണ്ട്, റിപ്ലൈ കൊടുക്കുന്നുണ്ട്. നിസ്കാരത്തിലും ദുആകളിലും ദിക്റുകളിലും ഒക്കെയാണ് നമ്മൾ. എങ്ങനെയാണ് ആ ദുആ നമ്മുടെ ഹൃദയത്തിന്റെ സാന്നിധ്യമുള്ളതാവുക? ഹൃദയത്തിന്റെ സാന്നിധ്യമില്ലാതെ കളിക്കുന്ന കൈകളുമായി ഹൃദയം അശ്രദ്ധമായി നിങ്ങൾ ഒരിക്കലും ദുആ ചെയ്യരുത്. ഹൃദയം ശരിക്കുറപ്പിച്ച് അള്ളാഹുവിൽ ശരിക്ക് ദൃഢമായ ഈമാനോട് കൂടി ഹുസ്നുള്ളന്നോട് കൂടി ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണ് അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകുക. അവിടെയാണ് പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. ദുആ ചെയ്തിട്ട് വെറുതെയായി പോകില്ലൊരിക്കലും. ദുആ ചെയ്യുന്നതേ ആലോചിക്കേണ്ടതുള്ളൂ. ദുആ ചെയ്യാൻ കഴിഞ്ഞോ എന്നുള്ളതാ. ദുആ ചെയ്യാൻ കഴിയാന്നുള്ളത് അല്ലാഹ് തൗഫീഖ് തന്നെങ്കിലേ കഴിയുള്ളൂ. നമുക്ക് പല ആവശ്യങ്ങളുണ്ടാകും. അള്ളാഹിനോട് ചോദിക്കണം എന്നുണ്ടാകും, സുജൂദ് കിടന്ന് ചോദിക്കണം എന്നുണ്ടാകും, ദീർഘമായി ചോദിക്കണം എന്നുണ്ടാകും. ചോദിക്കാൻ കഴിയില്ല പലപ്പോഴും. ആ വിഷയം നമ്മൾ ചോദിച്ചിട്ടുണ്ടാവില്ല. സൗകര്യം കിട്ടുന്നില്ല. എന്ത് മതി, എവിടെ വെച്ചും ചെയ്യാം, ഏത് ഭാഷയിലും ചെയ്യാം. അള്ളാഹ് നിങ്ങളുടേത് കേൾക്കും, ഉത്തരം നൽകും. പക്ഷെ ചെയ്യാൻ കഴിയുന്നില്ല. ആവശ്യമുണ്ട്, മനസ്സിലുണ്ട്, ചോദിക്കണമെന്നുണ്ട്, ചോദിക്കാൻ കഴിയില്ല. അങ്ങനെ അള്ളാഹിനോട് പടപ്പുകളോട് നമ്മളാണെങ്കിലോ ചോദിക്കണമെന്ന് തോന്നണ്ട, അതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ടാവും. അള്ളാഹിനോട് ചോദിക്കാൻ തോന്നിയാലും ചോദിക്കാൻ കഴിയാതെ മുട്ടി നിൽക്കുന്ന ആളുകളുണ്ട്. ചോദിച്ചാൽ വെറുതെയായി പോകില്ല, ഉത്തരം കിട്ടുന്നെ ചെയ്യും. ഉത്തരമെന്ന് പറയുന്നതാണ് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എങ്ങനെ ഉത്തരം കിട്ടും? മാ മിൻ മുസ്ലിമിൻ യദ്ഉ, ഏതൊരു മുസ്ലിം എന്തിനു വേണ്ടി ദുആ ചെയ്താലും അത് ലൈസ ബിഇസ്മിൻ വലാ ബിഖത്തിഅത്തി റഹിം, ഒരു തെറ്റിനാകരുത്. തെറ്റിന് സഹായിക്കാൻ അള്ളാഹിനോട് ദുആ ചെയ്യരുത്. പാപത്തിനാകരുത്, കുടുംബബന്ധങ്ങൾ മുറിക്കാനാകരുത്, മക്കളെ ശപിക്കാനാകരുത്, തെറ്റുകൾക്കാകരുത്. ഒരാളെയും ശപിക്കാനല്ല, തെറ്റുകൾക്കല്ല, കുടുംബബന്ധങ്ങൾ മുറിക്കാനല്ല. എങ്കിൽ അള്ളാഹിനോട് നിങ്ങൾ ചോദിച്ചാൽ ഇല്ല അഅതാഹ് ഇഹ്ദാ സലാസിൻ, മൂന്നാലൊന്ന് അള്ളാഹു അവൻ ഉത്തരമായി കൊടുത്തിരിക്കും. മൂന്നാലൊന്ന്. ഇമ്മ അൻ യുഅജ്ജില ലഹു ദഅവതഹ്, ഒന്നുകിൽ ചോദിച്ചത് അങ്ങനെ തന്നെ ദുനിയാവിൽ വളരെ പെട്ടെന്ന് അവൻ അള്ളാഹുവോട് കൊടുക്കും. ചോദിച്ചത് അങ്ങനെ തന്നെ. എത്രയാണ് നമ്മളത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ടത്, അനുഭവിച്ചത്. വലില്ലാഹിൽ ഹംദു വൽ മിന്ന. നമ്മൾ എത്ര ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകി. ചോദിച്ചത് തന്നെ നമുക്ക് ധാരാളമായി തന്നു. ചോദിച്ചതിനേക്കാൾ കൂടുതൽ ഈ ദുനിയാവിൽ തന്നു, ബറക്കത്തുകൾ നമുക്ക് നൽകി. ഒന്നുകിൽ അങ്ങനെ കിട്ടും. അല്ലെങ്കിലോ ഈ ചോദിച്ചത് പരലോകത്തേക്ക് അള്ളാഹ് അവനുള്ള ഒരു ദഖീറത്താക്കി, ഒരു മുതലാക്കി അള്ളാഹ് അവിടെ കാത്തുവെക്കും. പരലോകത്ത് ചെല്ലുമ്പോ തരും. ഇനി അല്ല, ഇവിടെ കിട്ടുന്നതിനേക്കാൾ എത്ര മെച്ചമാണ് അവിടെ കിട്ടിയാൽ. ഇവിടെ നഷ്ടപ്പെട്ടത് അവിടെ കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കിട്ടും, അത് ഉറപ്പുള്ള കാര്യമാണ്. ഇനിയോ ഇത് രണ്ടുമല്ലെങ്കിൽ അവന് ബാധിക്കാനിരിക്കുന്ന ഒരു തിന്മ അള്ളാഹ് ആ ദുആ കൊണ്ട് തടുത്തു കൊടുത്തിട്ടുണ്ടാവും. എത്രയോ ദുരിതങ്ങൾ നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ വന്ന് നമ്മുടെ നെഞ്ചോട് ഇങ്ങനെ ചേരാൻ നിൽക്കുമ്പോൾ തട്ടിമാറിപ്പോയത് നമ്മൾ കണ്ടു. അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ദുആ ചെയ്തിട്ടില്ല. വേറുള്ള ദുആകൾ ഉപകരിച്ചതാണ് അവിടെ. ഈ മൂന്നാലൊന്നും ഉത്തരം കിട്ടാതിരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അവരാലോചിച്ചൊരാലോചനയുണ്ട്. എങ്കിൽ റസൂലെ ഞങ്ങൾ കുറെ ചോദിച്ചോട്ടെ, ഞങ്ങൾ അങ്ങോട്ട് അധികരിപ്പിക്കട്ടെ, ദുആ കുറെ ചോദിക്കണമല്ലേ? ഖാല അല്ലാഹു അക്സർ, നിങ്ങൾ എത്ര ചോദിച്ചാലും അതിനേക്കാൾ തരാൻ കഴിവുള്ളവനാണ് അല്ലാഹ്. അല്ലാഹു അതിനേക്കാൾ ധാരാളമായി നിങ്ങൾക്ക് തരാൻ കഴിവുള്ളവരാ. നിങ്ങളുടെ ചോദ്യങ്ങളൊന്നും അള്ളാന്റെ അടുക്കൽ അധികമല്ല, എല്ലാം യസീർ, ലളിതമാണ്. അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചാൽ മതി, അള്ളാഹ് തരുന്ന ചെയ്യും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു വാക്കുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇന്നി ല അഹ്മിലു ഹമ്മൽ ഇജാബ, ഉത്തരം കിട്ടുമോ എന്ന ബേജാറ് ഞാൻ വഹിച്ചു നടക്കാറില്ല. ഞാൻ ചോദിച്ചാൽ ഉത്തരം കിട്ടോ എന്നതെനിക്കൊരു ബേജാറേ അല്ല.
വഇന്നമാ അഹ്മിലു ഹമ്മ ദുആ, ദുആ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് എന്റെ ബേജാറ്. എന്റെ ഒരു ആവശ്യം എനിക്ക് ഉണ്ടായിട്ട് അള്ളാഹിനോട് എനിക്ക് ചോദിക്കാൻ കഴിഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ കഴിയുന്നുണ്ടോ, ഈ കാര്യത്തിലെ എന്റെ ടെൻഷനുള്ളൂ. ഉത്തരം കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ടെൻഷൻ ഇല്ല. ഫഇദാ ഉൽഹിംതു ദുആ ഫഇന്നൽ ഇജാബത മഅഹു, എനിക്ക് ദുആ ചെയ്യാനുള്ള ഇൽഹാം അല്ലാഹ് തന്നിട്ടുണ്ടെങ്കിൽ, ചോദിക്കാനുള്ള തൗഫീഖ് അല്ലാഹ് തന്നാൽ ഉത്തരം അതിന്റെ കൂടെ ഉറപ്പായുമുണ്ട്. ഉദ്ഉല്ലാഹ് വഅൻതും മൂഖിനൂന ബിൽ ഇജാബ റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ എന്ന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അവസ്ഥ ആലോചിക്കൂ നിങ്ങൾ. ഉദ്ഉല്ലാഹ് വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ കോറിയിട്ടേക്കുക, മറക്കാതിരിക്കുക. അള്ളാഹിനോട് ദുആ ചെയ്യേണ്ടത് ദൃഢമായി കിട്ടുമെന്നുള്ള ഉറപ്പുള്ള യഖീനുള്ള ആ ഹൃദയത്തോടു കൂടിയാണ് അള്ളാഹിനോട് ചോദിക്കേണ്ടത്. അള്ളാഹ് സ്വീകരിക്കാത്തത് അശ്രദ്ധമായ ഹൃദയത്തിൽ നിന്നാണ്. കളിക്കുന്ന തമാശകളുമായി, കളികളുമായി നാവ് വ്യാപൃതമാകുന്ന ദുആകളാണ്. നേരെ മറിച്ച് നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യേണ്ട രൂപത്തിൽ ദുആ ചെയ്യാൻ നമുക്ക് തൗഫീഖ് ലഭിച്ചാൽ അതിന്റെ കൂടെ ഇജാബത്തുണ്ട്. ഉദ്ഉല്ലാഹ്, അള്ളാഹു പറഞ്ഞത് വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ഇരുന്നോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം നൽകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് പ്രത്യേകമായി വസിയ്യത്ത് ചെയ്തത്. ഫഇന്ന ദുആ യൻഫഉ മിമ്മാ നസല, അദ്ദുആ യൻഫഉ മിമ്മാ നസല വമിമ്മാ ലം യൻസിൽ. ദുആ നിങ്ങൾക്ക് ഉപകാരം മാത്രമേ ഉണ്ടാക്കൂ. നിങ്ങൾക്ക് കിട്ടാത്തതിനും, നിങ്ങൾക്ക് മിമ്മാ നസൽ, നിങ്ങൾക്ക് വന്നിറങ്ങിയ ഒരു ദുരിതം നീങ്ങിപ്പോകാനും, നിങ്ങൾക്ക് വരാനുള്ള ദുരിതങ്ങളെ തടുക്കാനും ദുആകൾ ഉപകരിക്കും. ഫഅലൈക്കും ഇബാദല്ലാഹ് ബിദ്ദുആ, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചു, ഫഅലൈക്കും ഇബാദല്ലാഹ് ബിദ്ദുആ, അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ നിർബന്ധമായും അല്ലാഹുവിനോട് ദുആ ചെയ്യുക തന്നെ വേണം. അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്തോളൂ, അത് നിങ്ങൾ മുറുകെ പിടിച്ചോളൂ. ബാറക്കല്ലാഹു ലനാ വലക്കും ഫിൽ ഖുർആനിൽ കരീം ونفعنا وإياكم بما فيه من الآيات والذكر الحكيم وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.